മോദിയെ കണ്ടപ്പോൾ കരഞ്ഞ സ്ത്രീ ആരാണ്? ആ സ്ത്രീ എന്തിനാണ് അവർ കരഞ്ഞത്? എന്തുകൊണ്ടാണ് മോഡിക്ക് അവരോട് ഇത്രമാത്രം വാത്സല്യം? ഇതിപ്പം വലിയ രീതിയിൽ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. ഈ സ്ത്രീയും മോദിയുമായിട്ടുള്ള അഗാധമായിട്ടുള്ള ഒരു ബന്ധം. മോദി ജയിച്ചപ്പം അവർ കാണാനൊക്കെ വരികയൊക്കെ ഉണ്ടായി. ഇപ്പം മോദി അമേരിക്കയിൽ പോയപ്പം ആദ്യം മുൻപന്തിയിൽ സ്വീകരിക്കാനായിട്ട് ഈ സ്ത്രീയായിരുന്നു. അതെ, മോദിയെ ബ്ലെയർ ഹൗസിൽ, അതായത് വൈറ്റ് ഹൗസിൻ്റെ ഗസ്റ്റ് ഹൗസായ ബ്ലെയർ ഹൗസിൽ ട്രംപിനെ പോലെ കാത്തിരുന്ന മറ്റൊരു വ്യക്തി, അതാണ് ഈ സ്ത്രീ. മോദിക്ക് ഇവരോട് വല്ലാത്ത വാത്സല്യമാണ്, വല്ലാത്ത ബഹുമാനമാണ്. മോദിക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഇവരോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവുമാണ്. ഇവരുടെ പദവി എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അതിനു മുൻപേ നമുക്ക് അമേരിക്കയിലെ ചാര സംഘടനകളെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അമേരിക്കൻ ചാര സംഘടന എന്ന് പറയുമ്പോൾ ഏകദേശം 18ഓളം ചാര സംഘടനകൾ അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളതാണ്. CIA ആണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ലോകത്തെവിടെ എന്തൊക്കെ നടന്നു, എന്തൊക്കെ നടക്കണം, എവിടെയൊക്കെ അട്ടിമറികൾ സർക്കാരിനെ അട്ടിമറിക്കണം, എന്തൊക്കെ അട്ടിമറികൾ നടത്തണം, തങ്ങളുടെ ശത്രുരാജ്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണം, അങ്ങനെ അത് മാത്രമല്ല ലോകത്ത് എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് വരെ CIA ആണ്. അത്രമാത്രം കരുത്തുള്ള ചാര സംഘടനയാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയുടെ ചാര സംഘടനയാണ് കേരളത്തിലെ ആദ്യത്തെ EMS സർക്കാരിൻ്റെ പുറത്താക്കലിന് വരെ കാരണമായത്. സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് വരെ ഈ CIA ചാര സംഘടനയാണ്. വിമോചന സമരത്തിൽ പങ്കാളിയായതും മുന്നിട്ട് നിന്നതും ഈ CIA ആണ് എന്ന് അന്നത്തെ കേരളത്തിലെ പത്രങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ 2 പ്രമുഖ പത്രങ്ങൾക്ക് ഈ CIA വലിയ ഫണ്ടുകൾ ഒഴുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതൊരു വെറും വാക്കല്ല, ഇത് ചരിത്രത്തിൽ ഇടം പിടിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ 17-18ഓളം ചാര സംഘടനകൾ ഉള്ള ഒരിടത്താണ് DNI, അതായത് ഡയറക്ടർ നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ചാര സംഘടന. അത് വരുന്നത്, അതായത് ഈ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം ഈ 18 ചാര സംഘടനകൾ, CIA അടക്കമുള്ള ചാര സംഘടനകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ആ കാര്യങ്ങളുടെ മൊത്തം ഒരു ബ്രീഫ് ഈ DNIയുടെ മുന്നിലേക്ക് വരണം. അതായത് ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ ചെറിയൊരു ബ്രീഫ് അത് ഈ DNI എന്ന് പറയുന്ന ഈ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ചാര സംഘടനയുടെ മുന്നിൽ വരണം എന്നുള്ളതാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളിൻ്റെ പേരാണ് തുളസി ഗബാർഡ്. നമ്മൾ തുളസി എന്ന് പറയും, നമ്മുടെ മലയാള ഇതിൽ നമ്മൾ തുളസി എന്ന് പറയും. തുളസി ഗബാർഡ് എന്നാണ് പേര്. തുളസി ഗബാർഡിനെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസവും നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. തുളസി ഗബാർഡിൻ്റെ അമ്മ ഒരു വിഷ്ണു ഭക്തയാണ്, ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് പോകുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ തുളസിയെയും സഹോദരങ്ങളെയും ഒക്കെ ഹൈന്ദവ സംസ്കാരം പഠിപ്പിച്ച് അമേരിക്കയിൽ ജനിച്ചു വളർന്ന തുളസി ഹൈന്ദവ സംസ്കാരം പഠിച്ചാണ് മുന്നോട്ട് പോയതും ഇപ്പോഴും ഹിന്ദു സംസ്കാരത്തെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അമേരിക്കയിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏജൻസി, ഡയറക്ടർ നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് എന്ന് അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപിൻ്റെ ആദ്യ ഭരണകാലഘട്ടത്തിലും ഈ ചാര സംഘടന ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും പലരും ചോദിച്ചു ഇങ്ങനെ ഒരു ചാര സംഘടന നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. അപ്പോഴും അത് പുറത്ത് പറയാൻ ട്രംപിന് വലിയ മടിയായിരുന്നു. പറഞ്ഞില്ല, രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കേണ്ട ഒരു സംഘടനയാണിത്. പക്ഷേ പിന്നീട് തുളസി ഗബാർഡ് എന്ന് പറയുന്ന ഒരു വനിത അതിൻ്റെ തലപ്പത്തേക്ക് വന്നപ്പോൾ ആ സംഘടന ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ തുളസിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ജോ ബൈഡനും ബരാക് ഒബാമയും ഒക്കെ പല രീതിയിൽ ഡീപ് സ്റ്റേറ്റുമൊക്കെ ചേർന്ന് പല രീതിയിൽ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഈ അവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ആരോപണ വിധേയമായവരെ വിളിച്ച് ഈ മേക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതിൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ തുളസി ഗബാർഡ് പറഞ്ഞത് ഈ ജോ ബൈഡനും ഒബാമയും ഡീപ് സ്റ്റേറ്റുമൊക്കെ അവരുടെ പാവയായി എന്നെ മാറ്റാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് അവരുടെ പാവയായി മാറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ എനിക്കെതിരെ നിരന്തരം ഇങ്ങനെ
ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തുളസി ഗബ്ബാർഡിൻ്റെ പല വീഡിയോകളും ഈ ഹിന്ദുക്കളെക്കുറിച്ച് പറയുന്നതും ഈ ഗാനങ്ങൾ ആലപിക്കുന്നതും ഹിന്ദുവിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നതും അത്തരം വീഡിയോകളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു അമേരിക്കയിൽ ജനിച്ച് വളർന്ന ഒരാൾ ഹിന്ദു സംസ്കാരത്തെ പിന്തുടരുന്നത്, ഹിന്ദു സംസ്കാരവുമായി മുന്നോട്ട് പോകുന്നത് പലർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. സാധാരണ ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് പിന്നെ ഓഫീസിലേക്ക് വരുമ്പോഴോ ഇല്ലെങ്കിൽ വൈറ്റ് ഹൗസിലെ ഔദ്യോഗിക വസതിയിൽ ഇരിക്കുമ്പോഴോ ഈ ട്രംപിനടുത്തേക്ക് തുളസി ഗബ്ബാർഡ് വരുന്നത് ഈ ബ്രീഫ്, അതായത് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ അമേരിക്കയ്ക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ, അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നീക്കം കൊണ്ടുവരും, ലോകത്തിൽ ആരൊക്കെ ഏത് രാജ്യങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നു, ഇതെല്ലാം തുളസി ഗബ്ബാർഡ് ട്രംപിന് നൽകും. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ADGP അല്ലെങ്കിൽ ഇൻ്റലിജൻസ് മേധാവിയോ അദ്ദേഹത്തെ കണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മറ്റു കാര്യങ്ങൾ ഒരു ബ്രീഫ് ആയി രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തന്നെയാണ് അമേരിക്കയിലും. കാരണം എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും മുകളിലത്തെ പിന്നെ എന്താ പറയുക ഉദ്യോഗസ്ഥയാണ്. അതായത് ട്രംപ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥയാണ് തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്ന അമേരിക്കൻ വംശജയായ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദു സംസ്കാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ലേഡി. ഈ 2014 ഹവായിൽ നിന്ന് കോൺഗ്രസ് പ്രതിനിധിയായിട്ടാണ് ഈ പിന്നെ തുളസി ഗബ്ബാർഡ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവിടെ നിന്ന് പിന്നെ തുളസി ഗബ്ബാർഡ് പിന്നെ എന്താ പറയുക ഇന്ത്യയിലേക്ക് മോദിയെ കാണാനായി വരുന്നു. മോദിയെ കാണാനായി വരുമ്പോഴാണ് അവർ മോദിക്കൊരു സമ്മാനമായാണ് വരുന്നത്. മോദിക്കൊരു സമ്മാനം എന്ന് പറയുന്നത് അവർ ജനിച്ച അന്ന് മുതൽ അവരുടെ അമ്മ ഹിന്ദുമതം വിശ്വസിച്ച് വിഷ്ണുവിനെ പൂജിച്ച് വിഷ്ണു സംസ്കാരത്തോടൊപ്പം നിന്ന് ഹിന്ദു സംസ്കാരത്തോടൊപ്പം നിന്ന് ഹിന്ദുവായി ജീവിച്ചു തുടങ്ങിയ അന്ന് മുതൽ അവരുടെ കയ്യിലുള്ള ഭഗവത്ഗീതയുമായാണ് മോദിയെ കാണാനായി വരുന്നത്. അന്ന് മുതലേ ഉള്ള ബന്ധമാണ്. അപ്പോൾ മോദിയെ കണ്ട് ഈ ഭഗവത്ഗീത കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റായാണ് അവർ കാണുന്നത്. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ മറ്റൊന്നിനും സ്ഥാനമുള്ള ഈ ഭഗവത്ഗീതയ്ക്ക് മുകളിലല്ല മറ്റൊന്നും എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് തുളസി ഗബ്ബാർഡും കുടുംബവും എന്ന് പറയുന്നത്. കാരണം ഭഗവത്ഗീതയിലുള്ള പല കാര്യങ്ങളുമാണ് അവർ വായിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് ഒക്കെ. അപ്പോൾ അത്തരത്തിൽ ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്ത് അതിലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന തുളസിയുടെ ഹൃദയവും ആത്മാവുമായ ഭഗവത്ഗീതയാണ് ഈ മോദിക്ക് സമ്മാനമായി നൽകുന്നത്. അപ്പോൾ മോദിക്ക് സമ്മാനമായി നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അത്രത്തോളം വില മോദിക്ക് അവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പൊതുവെ ഹിന്ദു സംസ്കാരത്തെ അംഗീകരിക്കുന്ന ഒരു വിദേശ വനിത അല്ലെങ്കിൽ അമേരിക്കയിൽ ജനിച്ച ഹിന്ദു മതത്തെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വനിതയോട് മോദിക്ക് തോന്നുന്ന ഒരു വാത്സല്യം, ഒരു അച്ഛനായോ ഒരു മുത്തച്ഛനായോ ഒക്കെ മോദിക്ക് തോന്നുന്ന ഒരു വാത്സല്യം, അതാണ് 2014 കണ്ടത്. 2015 തുളസി ഗബ്ബാർഡിൻ്റെ വിവാഹമാണ്. വിവാഹത്തിന് മോദി ഉണ്ടാകണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഒരു പ്രധാനമന്ത്രിയാണ്, അതിൻ്റെ പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം അതിന് പകരം RSS നേതാവായ റാം മാധവിനെയാണ് അയച്ചത്. വെറും കൈയോടെ അല്ല റാം മാധവ് അവിടെ എത്തിയത്, തുളസി ഗബ്ബാർഡിനെ കാണാൻ എത്തിയത്. 1 ഒരു ഗണേശ വിഗ്രഹമാണ്, 2 പഷ്മിനാർ ഷാൾ. നമ്മളിത് കേട്ടിട്ടില്ല. ഈ പഷ്മിനാർ ഷാൾ എന്ന് പറയുന്നത് കശ്മീരിലെ പരമ്പരാഗതമായ ഒരു ഷോളാണ്. ഇത് ഹിമാലയ സാനുക്കളിൽ കാണുന്ന ചാങ് താങ്കി എന്ന് പറയുന്ന ആടിൻ്റെ രോമത്തിൽ നിന്ന്, ആ ആടിനെ പരിപാലിച്ച് കൊന്നിട്ടല്ല അതിനെ പരിപാലിച്ച് അതിൻ്റെ രോമത്തിൽ നിന്ന് എടുക്കുന്ന ഈ നൂലുകൾ കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ ഷോൾ എന്ന് പറയുന്നത്. ഒരു ആടിൽ നിന്ന് 50 ഗ്രാം രോമം വരെ ശേഖരിക്കാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ എത്ര ആട് വേണം ഒരു ഷോൾ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഷോള്, പിന്നെ ഒരു പേഴ്സണൽ മെസ്സേജ്. ആ മെസ്സേജ് എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് തുളസി ഗബ്ബാർഡിന് മോദിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായി അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്തായാലും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് അന്ന് റാം മാധവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട സമ്മാനങ്ങൾ കണ്ട് സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോവുകയാണ് തുളസി ഗബ്ബാർഡിൻ്റെ എന്നാണ് പറയുന്നത്. അപ്പോൾ
ഒരു അമേരിക്കയിൽ ഒരു ഹിന്ദു വംശജ മോദിയെ കാണാനായി കാത്തിരിക്കുന്നു, മോദി വരാനായി കാത്തിരിക്കുന്നു, മോദിയെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ആ സ്ത്രീക്ക് പുറകിലാണ്, ആ സ്ത്രീയെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും നമുക്കുമൊക്കെ അഭിമാനിക്കാം. വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്ത് നിന്ന് ഒരു ഹിന്ദു വംശജയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ഏറ്റവും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു വലിയ തലപ്പത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും വളരെ കൗതുകമുണർത്തുന്ന കാര്യമാണ്.